റിപ്പോർട്ട് ബ്രേക്കിംഗ്. അടയ്ക്ക വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ ഹവാല ഇടപാട് നടത്തിയതിൽ മുഖ്യ ആസൂത്രകരായ പൊന്നാനി സ്വദേശികൾ ഒളിവിലാണ്. മുഹമ്മദ് ജമീൽ, അബ്ദുള്ള ജാസിം എന്നിവർ കേരളം വിട്ടുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പനമരം സ്വദേശി അലി അക്ബറും കേരളം വിട്ടതായാണ് സൂചന. അന്വേഷണം വയനാട് സ്വദേശികളായ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരിലേക്ക് നീളുകയാണ്. അടയ്ക്ക വ്യാപാരത്തിന്റെ മറവിലെ 600 കോടി രൂപയുടെ ഹവാല ഇടപാടാണ് കണ്ടെത്തിയത്. ഋഷിപാൽ വിവരങ്ങൾ നൽകും. ഋഷിപാൽ, ചെറിയ പരിപാടിയൊന്നുമല്ല, 600 കോടിയുടെ ഹവാല ഇടപാട് കണ്ടെത്തി. പക്ഷേ പ്രതികൾ സ്ഥലത്തില്ല, അവർ നാട് വിട്ടു അല്ലേ? അങ്ങനെയാണ്. ഇത് ഏതാണ്ട് ഒരു 2 വർഷത്തിനിടയിൽ നടന്ന ഹവാല ഇടപാടാണ്. അത് 4 പേരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമാണ് ഏതാണ്ട് 600 കോടിയിലേറെ രൂപയുടെ ഇടപാടുകൾ നടന്നത്. അത് പൂർണ്ണമായും ഹവാല ഇടപാടാണെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇതിന്റെ പ്രധാന ആസൂത്രകരായ പനമരം സ്വദേശി അലി അക്ബർ, ഒപ്പം മുഹമ്മദ് ജമീൽ, അബ്ദുള്ള ജാസിം എന്നിവർ സംസ്ഥാനം വിട്ടതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഇവരുടെ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ 2 പേരുണ്ട്, CS തോമസും അജ്മൽ മജീദും. 2 പേരും വയനാട് സ്വദേശികളാണ്. അതിൽ അജ്മൽ മജീദിന്റെ ഓഫീസ് വയനാട് തന്നെയാണ്, പനമരത്താണ്. അവരുടെ ഓഫീസിലും റെയ്ഡ് നടത്തി. ടാക്സോൺ എന്ന ഓഫീസിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ കമ്പ്യൂട്ടറും ഒപ്പം രേഖകളും ഹാർഡ് ഡിസ്ക് അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനു പുറമെ ഇനി CS തോമസിന്റെ ഓഫീസ് കോഴിക്കോട് നഗരത്തിലാണ്. അവിടെയും പരിശോധന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംഘം. ഇതിന്റെ ബുദ്ധി കേന്ദ്രം ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണെന്ന ഒരു നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പൊന്നാനി സ്വദേശികളായ മുഹമ്മദ് ജമീൽ, അബ്ദുള്ള ജാസിം എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നത്. ഈ 4 പേരുടെ അക്കൗണ്ടിന് അപ്പുറത്തെ കൂടുതൽ പേരുടെ അക്കൗണ്ടുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു സംശയം പോലീസിനുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ തുകയാകും. നിലവിൽ ഈ 4 അടക്ക വ്യാപാരികളാണ്. അവരെ വഞ്ചിച്ച് അവരറിയാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ പണം കൈമാറി എന്നതാണ് പരാതിയായി വന്നത്. ഈ 4 യുവാക്കളാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP അന്വേഷണ ചുമതല നൽകിയത്. എന്തായാലും വളരെ വിശദമായ പരിശോധനയ്ക്കാണ് പോലീസ് സംഘം തയ്യാറെടുക്കുന്നത്. ശരി, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.